ഹായ്. സോ ഇപ്പോൾ ഒരു പൂജ നടക്കുന്നത്. സോ ഇതിലെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് സൈഡിലായിരുന്നു. അപ്പോൾ ഇത് തറവാട്ടിൽ വെച്ചാണ് ഈ പൂജ നടക്കുന്നത്. വേറെ എല്ലാ ഫാമിലീസ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും നമ്മൾ ഗ്യാതറായി. ഐ എം എക്സൈറ്റഡ് ബിക്കോസ് എനിക്ക് ഈ പൂജ അറ്റൻഡ് ചെയ്യാൻ പറ്റി. വൺ തിങ് ഗുഡ് അബൌട്ട് ദിസ് പൂജ എന്ന് വെച്ചാൽ ഇന്നത്തെ ഫുൾ ഫാമിലി ഗ്യാതറാം, വിച്ച് ഇസ് എ ഗുഡ് പാർട്ട് ഓൾസോ. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞു. നൗ ഇറ്റ്സ് ദ ഫുഡ് ടൈം. യു ക്യാൻ സീ ചിക്കൻ, പലതരം ചിക്കനുകൾ ആൻഡ് ചോറ്, വാവ്, ആൻഡ് ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഏറ്റവും നമ്മുടെ എല്ലാം അച്ഛമ്മേന്റെ അടുത്ത് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. അച്ഛമ്മ ഇത്രയും നേരം ഓഫ്കോഴ്സ് നമുക്ക് വേണ്ടി കാത്തിരുന്നു. അച്ഛമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായോ? അടിപൊളിയായിരുന്നു അച്ഛമ്മയുടെ അഭിപ്രായം. അമ്പിളി ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. അമ്മേ, ഈ സംബന്ധിച്ചൊരു നല്ലൊരു നന്ദി പറയണം. എന്താ പറയാനുള്ളത്? നമ്മൾ ഇത്രയും ലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇത്രയും നന്നായി കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം നമ്മളെല്ലാം നല്ല ടയേർഡായി വന്നായിരുന്നു. ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ളൊരു എന്താ വെച്ചാൽ ചെറിയച്ഛനൊക്കെ ഇപ്പോൾ മറ്റന്നാൾ പോവാണ്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും കൂടി ഉള്ള ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. താങ്ക് യു. ഇനി നമുക്ക് ഈ വീടിന്റെ ഓണർ ആയിട്ടുള്ള എന്റെ അച്ഛന്റെ അടുത്ത് നമുക്ക് അഭിപ്രായം ചോദിക്കാം. അച്ഛൻ ഇങ്ങനെ ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്തതിന് അച്ഛൻ്റെ അടുത്ത് നന്ദി പറയുന്നു. ആദ്യം ഇത്രയും വലിയൊരു മുറ്റം നമുക്ക് ഉണ്ടാക്കി തന്ന ദൈവത്തിന് ആദ്യം നന്ദി പറയാം. പിന്നെ ഇത്ര ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞ ഒരു വേദി വളരെ അപൂർവമാണ്. അതുകൊണ്ട് ഇതിലെല്ലാം പങ്കെടുത്ത എല്ലാ നമ്മളെ വേണ്ടപ്പെട്ടവരും, എസ്പെഷ്യലി ജിഷ്ണു ആൻഡ് വിഷ്ണു, വെരി വെരി ഗ്രേറ്റ്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള എല്ലാവിധ ആശംസകളും എല്ലാവരും നേരുന്നു. ഓക്കെ, താങ്ക് യു.
ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ല. എല്ലാവരും ഇതെന്നും മനസ്സിലുണ്ടായിരിക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതലും പറയാൻ എന്റെ വാക്കുകളില്ല. അപ്പൊ ഇത് എന്തായാലും നമുക്ക് ഇനി അടുത്ത പരിപാടിക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും. ഉറപ്പും വലിയ അടുത്ത പ്രാവശ്യം നമ്മളെ കൂടെ നിങ്ങൾ പങ്കുചേരണം. വിഷ്ണുവേട്ടൻ നമ്മുടെ ഫാമിലി ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്തത്. നമുക്ക് വിഷ്ണുവേട്ടൻ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു പരിപാടി? സൂപ്പർ, അടിപൊളി. ജൂലൈ 26 കോളേജിലെ ഫ്രണ്ട്സിന്റെ കൂടെ മൂന്നാർ പോയപ്പോഴാണ് ഇതേപോലെ ഞങ്ങൾക്ക് ഇനിയും ഇതേപോലെ അടുത്ത ഇതേപോലെ അവസരം നമുക്ക് കൂടാം. ഇനി നമുക്ക് നമ്മുടെ അമ്മയുടെ അടുത്ത് ചോദിക്കാം. അമ്മേ, എന്താണ് പറയാനുള്ളത്? പറയൂ. വളരെ നന്നായി പരിപാടി ഇങ്ങനെ എൻജോയ് ചെയ്തു. ഈ മൈക്ക് പ്രൊവൈഡ് ചെയ്ത കുട്ടനാണ് ഏറ്റവും നന്ദി. മൈക്കും സ്പീക്കറും ഒക്കെ തന്നെ കാരണം അപ്പൊ കുട്ടനാണ് ഏറ്റവും കൂടുതൽ താങ്ക് യു പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട കണ്ണൻ എനിക്ക് വേണ്ടി അവസരം നീട്ടി തന്നിട്ടുണ്ട്. അതായത് കോളേജ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം വളരെ കുറച്ച് അവസരങ്ങൾ നമുക്ക് പാടാനും ഇങ്ങനെ ഡാൻസ് കളിക്കാനൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതില് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. പുതിയ ആദ്യമായിട്ട് തന്നെ വളരെ സന്തോഷം. ഇങ്ങനത്തെ ഒരു വേദി നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. പിന്നെ നമ്മളെ ഫാമിലി എല്ലാവരും കൂടി നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് നമുക്ക് നല്ലൊരു എന്താ പറയുക ഗെറ്റുഗദർ എന്ന് പറയാം. അപ്പൊ അത്രയും ഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ പറ്റി. അത് എല്ലാവരും എൻജോയ് ചെയ്ത് വിശ്വസിക്കുന്നു. പിന്നെ ഇനി ഇങ്ങനെയുള്ള വേദികൾ ഉണ്ടാവട്ടെ. പിന്നെ കുട്ടേട്ടൻ ഇങ്ങനൊരു സ്പീക്കർ ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം എങ്ങനെ നോക്കിയാലും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ കുട്ടേട്ടനോട് താങ്ക് യു. പിന്നെ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ഇപ്പം വിഷ്ണു ആയാലും ഒക്കെ നമ്മളെ ഒരു ഫാമിലി, നമ്മളെ ഒരു കൂട്ടായ്മ. അപ്പൊ അതില് ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും നമുക്ക് നടത്താൻ ഭാഗ്യം ലഭിക്കട്ടെ. താങ്ക് യു. എനിക്ക് ചോദിക്കാനുള്ളത് സംഭവം ഭയങ്കര അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ലക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഫാമിലിയിൽ വരാൻ പറ്റി. ഞാൻ ഒരിക്കലും പറയാനൊന്നുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയതും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഗെറ്റ് ടുഗദറും എനിക്ക് വളരെ ഹാപ്പി ഉള്ളൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ, പരിപാടി അടിപൊളി നടക്കട്ടെ. ആക്ച്വലി പ്രോഗ്രാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആൻഡ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തു. എനിക്ക് പറയുന്ന തിങ്കളാഴ്ച എക്സാം ആണ്, എന്നാലും ഞാൻ മതി പറഞ്ഞ എൻജോയ് ചെയ്തു. അതിനിവിടെ പ്രസക്തിയില്ല. ഞാൻ ഭയങ്കര പഠിപ്പിക്കുട്ടിയായതുകൊണ്ട് എനിക്ക് എക്സാം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ അതിനെ മാറ്റിയത് ഞാൻ അത്രയും എൻജോയ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയാണ്. എല്ലാവർക്കും ഇതിനുവേണ്ടി വേദി ഒരുക്കുന്ന ആദ്യമായി കുട്ടമാമയ്ക്കും ആ ഒരു ഫംഗ്ഷൻ വേദിയായിരിക്കുന്നു. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഒത്തുചേരാൻ സൗകര്യം തന്ന വലിയ മുറ്റം ഒരുക്കുന്നത് ബാബു സർവീസിനും ഇതിൽ പങ്കെടുത്ത മറ്റെല്ലാവർക്കും എസ്പെഷ്യലി സ്പെഷ്യൽ താങ്ക്സ് ടു അമ്മ ചെറിയ അമ്മ. പ്രായം ഭേദിച്ചുകൊണ്ടും പ്രായത്തിനപ്പുറം അതിനനുസരിച്ചുള്ള ചലനങ്ങൾ ചെയ്തുകൊണ്ട് ഈ വേദി മനോഹരമാക്കിയ അച്ഛമ്മയ്ക്കും ഇതിന് കൂടെ വന്ന നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത വിഷ്ണു ജിഷ്ണു കറക്റ്റ് പേരറിയില്ല, അവർക്കും കൂടെ വിഷ്ണു ഓക്കെ അതുകൂടാതെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദ്യമായ താങ്ക്സ്. അപ്പോൾ അടുത്ത വർഷം കാണുന്നവരെ ഗുഡ് നൈറ്റ്.